തിയേറ്ററുകളിലെത്തിയ രണ്ട് മലയാളം സിനിമകളാണല്ലോ ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ഒപ്പം തന്നെ ടൊവിനോ തോമസ് നായകനായി എത്തിയ നരിവേട്ട. തിയേറ്ററുകൾ ഇന്നലെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത ഈ രണ്ട് സിനിമകളുടെയും ആദ്യ ദിവസത്തെ യഥാർത്ഥ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം രണ്ട് സിനിമകൾക്കും പ്രതീക്ഷ ലെവൽ കളക്ഷൻ തന്നെ വന്നിരിക്കുന്നുവെന്നാണ് ആദ്യം പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ടൊവിനോയുടെ നരിവേട്ട എന്ന സിനിമ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനേക്കാൾ 1 കോടിയിലധികം കളക്ഷൻ കൂടുതൽ നേടിയെടുത്ത ലീഡിൽ ഒന്നാമതുള്ളത്. നരിവേട്ട എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 1,67,00,000 ഗ്രോസ് കളക്ഷൻ. തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു ഇമോഷണൽ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് നരിവേട്ട. അപ്പോൾ സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സിനിമ ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ റിലീസ് ചെയ്ത മലയാളം എന്റർടൈനർ സിനിമകളിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയാണല്ലോ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 54 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഒരു ധ്യാൻ സിനിമ എന്ന നിലയിൽ സിനിമയ്ക്ക് വളരെ മികച്ച തുടക്കം ആദ്യ ദിവസം വന്നിരിക്കുകയാണ്. ഇനി ഇന്നത്തെ ഉൾപ്പെടെയുള്ള കളക്ഷനാണ് നാം ഉറ്റുനോക്കുന്നത്. ഇനി രണ്ട് സിനിമകളുടെയും ഇന്നത്തെ ദിവസത്തിലെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇന്ന് കനത്ത മഴയാണല്ലോ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മഴയത്തും നമ്മുടെ രണ്ട് മലയാളം സിനിമകളും നല്ല ബുക്കിംഗ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിവസത്തെ ബുക്കിംഗിലും നരിവേട്ട തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. മണിക്കൂറിൽ 3000-4000 റേഞ്ചിൽ സിനിമയ്ക്ക് ടിക്കറ്റ് വിൽപ്പന നടക്കുമ്പോൾ ധ്യാൻ സിനിമയ്ക്ക് 1000-ൽ പരം ടിക്കറ്റുകൾ, ചില മണിക്കൂറിൽ 2000-ഓളം ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റഴിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഉൾപ്പെടെയുള്ള രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.